പശ്ചിമേഷ്യയിൽ നിന്ന് ഓരോ മണിക്കൂറിലും വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഇറാനും ഇസ്രയേലും ഒപ്പം അമേരിക്കയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഇപ്പോൾ അതിന്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും വരുന്നത്. ഇറാൻ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനി ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കറിൽ ഒളിവിലാണെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ ലോകം ഒന്നടങ്കം ചോദിക്കുന്നത് ഒരേയൊരു കാര്യമാണ്: ഇറാൻ വീഴാൻ പോവുകയാണോ എന്ന്. ഇസ്രയേലും അമേരിക്കയും വളഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനിലെ ആഭ്യന്തര കലാപങ്ങൾക്കിടയിൽ ഖമേനിയുടെ സുരക്ഷയെക്കുറിച്ച് പടരുന്ന റൂമറുകൾക്ക് ഇപ്പോൾ മുംബൈയിലെ ഇറാൻ കോൺസൽ ജനറൽ നേരിട്ട് മറുപടി നൽകിയിരിക്കുകയാണ്. എന്താണ് ഇറാനിലെ യഥാർത്ഥ അവസ്ഥ? ഖമേനി എവിടെയാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആക്ച്വലി ഈ റൂമറുകൾ വരാൻ ചില കാരണങ്ങളുണ്ട്. ഇറാനിൽ ഇപ്പോൾ ആഭ്യന്തരമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. സാമ്പത്തിക തകർച്ചയും ഭരണകൂടത്തിനെതിരെയുള്ള ജനരോഷവും ഇറാനെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇതിനിടയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾ ഭയന്ന് ഖമേനി സുരക്ഷിതമായ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി എന്നായിരുന്നു റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകളും US പടക്കപ്പലുകൾ ഗൾഫ് മേഖലയിലേക്ക് എത്തിയതും ഈ ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടി. USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള വമ്പൻ പടക്കപ്പലുകൾ ഗൾഫ് മേഖലയിലേക്ക് എത്തിയതോടെ ഖമേനി സുരക്ഷിതമായ ഒരു അണ്ടർഗ്രൗണ്ട് ടണലിലേക്ക് മാറി എന്ന വാർത്തകൾ പരന്നു. 86-കാരനായ ഖമേനിയുടെ ആരോഗ്യം മോശമാണെന്നും പകരം മകൻ മസൂദ് ഖമേനി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഇറാൻ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. മുംബൈയിലെ ഇറാൻ കോൺസൽ ജനറൽ അബ്ദുൽ ഫസൽ മുഹമ്മദ് അലി മൊത്ലാഖ് ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ സുപ്രീം ലീഡർ ഒളിവിലാണെന്നത് വെറും വെസ്റ്റേൺ പ്രൊപ്പഗൻഡ മാത്രമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാനിൽ നിലവിൽ കാണുന്ന സുരക്ഷാ മാറ്റങ്ങൾ തികച്ചും സ്വാഭാവികമായ പതിവ് സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമാണ്. ഇസ്രായേൽ US ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം മുൻകരുതലുകൾ ഏതൊരു രാജ്യവും സ്വീകരിക്കുന്നതാണ് എന്നും അത് ഒളിച്ചോട്ടമായി കാണരുത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇറാന്റെ ഉള്ളിലെ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും കാരണം ഇറാനിൽ വലിയ രീതിയിലുള്ള ജനരോഷം ആളിപ്പടരുകയാണ്. 2026 ജനുവരിയിലെ കണക്കുകൾ പ്രകാരം പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 5000 കടന്നതായിട്ടാണ് ചില റിപ്പോർട്ടുകൾ, മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കറുത്ത കൈകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ ഇറാൻ കോൺസൽ ജനറൽ ആരോപിക്കുന്നത്. ഇറാനെ അകത്ത് നിന്ന് തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ഇത് എന്നാണ് ഭരണകൂടത്തിന്റെ പക്ഷം. ഇനി ഈ വാർത്തകൾക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. ഖമേനിയുടെ ആരോഗ്യം മോശമാണ് എന്നും അദ്ദേഹത്തിന് പകരം മകൻ മസൂദ് ഖമേനി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുവെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ചും ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള നിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ നേതൃത്വം സുശക്തവും സുസ്ഥിരവുമാണ് എന്നും ഏത് വെല്ലുവിളിയും നേരിടാൻ ഭരണകൂടം സജ്ജമാണ് എന്നാണ് ഇറാൻ ഔദ്യോഗികമായി പറയുന്നത്. എങ്കിലും തെഹ്റാനിലെ ഭരണസിര കേന്ദ്രങ്ങളിൽ കനത്ത ജാഗ്രത തുടരുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാനെതിരെ ഒരു ഓൾ ഔട്ട് വാർ അഥവാ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന് ഇസ്രായേൽ സജ്ജമായി കഴിഞ്ഞു. ട്രംപിന്റെ പുതിയ ഭരണകൂടം ഇറാനെ സാമ്പത്തികമായും സൈനികമായും സമ്മർദ്ദത്തിലാക്കി കീഴ്പ്പെടുത്തുക എന്ന മാക്സിമം പ്രഷർ തന്ത്രമാണ് പയറ്റുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഏതു നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ജാഗ്രതയിലാണ് തെഹ്റാൻ. അപ്പോൾ കാര്യങ്ങൾ ഇതാണ്: ഖമേനി ഒളിവിലാണെന്ന് ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ പറയുമ്പോൾ അദ്ദേഹം സുരക്ഷിതനാണ് എന്നും ഭരണകൂടം സുശക്തമാണ് എന്നും ഇറാൻ അവകാശപ്പെടുന്നു. പക്ഷേ അതിർത്തിയിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുകയും ഉള്ളിൽ ജനങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്യുമ്പോൾ ഇറാൻ ഭരണകൂടം വലിയൊരു അഗ്നിപരീക്ഷയിലാണ്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ നിന്ന് വരാനിരിക്കുന്നത് ലോക സമാധാനത്തെ തന്നെ ബാധിക്കുന്ന വാർത്തകളായിരിക്കും. വരും ദിവസങ്ങൾ ഇറാനെ സംബന്ധിച്ചും ലോകത്തിന് മുഴുവനും ഏറെ നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.